ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകാശിന് മെമ്മോ കിട്ടിയതറിഞ്ഞ് വീട്ടിലുള്ളവർക്കൊക്കെ നല്ല വിഷമാവാണ്. അങ്ങനെ ആകാശ് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് കാരണം, എന്താണ് ആ മേഡത്തിന് നിന്നോട് ഇത്രയ്ക്ക് ദേഷ്യം, എന്താണെങ്കിലും അത് നിനക്കറിയാമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആകാശ് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾ എന്തിനാണ് എൻ്റെ ഓഫീസ് കാര്യത്തിലൊക്കെ നിങ്ങൾ തലയിടുന്നത്? ഓഫീസിലാവുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ലോകത്ത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ, എനിക്ക് മാത്രമല്ലല്ലോ മെമ്മോ കിട്ടുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആകാശ് റൂമിലേക്ക് പോവാണ്. അങ്ങനെ ആകാശ് പോയി കഴിഞ്ഞ ശേഷം ബാലൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ആകാശിൻ്റെ പെട്ടെന്നുള്ള ആ ഭാവവ്യത്യാസവും ദേഷ്യമൊക്കെ കാണുമ്പോൾ അപ്പോൾ ഗോവിന്ദൻ ചെന്ന് ചോദിക്കുകയാണ്, എന്താണ് ബാല നീ ഇങ്ങനെ ആലോചിക്കുന്നത്? ആകാശ് ദേഷ്യപ്പെട്ടത് പോയത് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ആകാശ് ദേഷ്യപ്പെട്ടത് കൊണ്ടല്ല, ആകാശ് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതും ആകാശിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിനും എല്ലാം കാരണക്കാരൻ ഞാനാണെന്നുള്ളത് എൻ്റെ മനസ്സിൽ തോന്നുന്നു. അപ്പോൾ ബാലനും ഗോവിന്ദനും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ ചാരു അപ്പുറത്ത് നിന്ന് മാറി നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ബാലൻ വിഷമത്തോടു കൂടി പറയാണ്, ആകാശിന് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും അവൻ അത് മറുവാക്കില്ലാതെ അനുസരിക്കും. ഞാനാണ് അവനോട് ഗവൺമെൻറ് ജോലിയെക്കുറിച്ച് പറഞ്ഞതും നീ ഗവൺമെൻറ് ജോലിയിൽ കയറണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞ് അതുപോലെ എൻ്റെ ആകാശ് അനുസരിക്കുകയാണ് ചെയ്തത്. അവനിപ്പോൾ ബിൽ കളക്ടറായി ജോലി ചെയ്യുന്നത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ, പക്ഷെ ഞാൻ അവൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്താണ് ഞാൻ ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഗോവിന്ദൻ പറയണേ, എന്തിനാണ് ബാല നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല ഗോവിന്ദ, ഞാൻ പറയുന്നത് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ ഹെഡ് മാസ്റ്റർ ആയിട്ടാണ് റിട്ടയർഡ് ചെയ്തത്. അതുപോലെ എൻ്റെ മോൻ ഒരു വലിയ സ്ഥാനത്തെത്തി കാണണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പറക്കം വിടാതെ അവനെ ഞാൻ നിർബന്ധിച്ച് ഇങ്ങനെ ഒരു ജോലിയിൽ കയറ്റിയത് എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദ പറയണേ, നീ എന്താ ബാല ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീയും അവൻ്റെ ഓഫീസും തമ്മിലുള്ള പ്രശ്നത്തിന് എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൻ്റെ ഓഫീസിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് നിനക്ക് എന്ത് സംബന്ധമാണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ബാലൻ പറയണ്, അത് ശരിയാണ്, പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നു. അവനിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ ഞാനാണെന്നുള്ളത് എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ ചെയ്ത പാപം കൊണ്ടാണോ എൻ്റെ മോന് ഇങ്ങനെ ഇപ്പോൾ ഉള്ള കഷ്ടകാലം വന്നിരിക്കുന്നത്? അവൻ ഇപ്പോഴാണ് ജീവിതം തുടങ്ങുന്നത് തന്നെ. അതിൻ്റെ മുന്നേ അവന് മെമ്മോ, സസ്പെൻഷൻ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നാൽ അവൻ്റെ ജീവിതം തന്നെ അവന് മടുത്തു പോവില്ലേ? ഏതൊരച്ഛനും ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. എൻ്റെ മക്കളുടെ സന്തോഷം അതല്ലേ എൻ്റെ മനസ്സിലുള്ള ഏക ആശ്വാസവും ആഗ്രഹവും. എന്നിട്ടിപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു ചേരുന്നത് കാണുമ്പോൾ എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. ആകാശും ചാരുവും സന്തോഷത്തോടു കൂടി ജീവിക്കണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് നടക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ വല്ലാത്തൊരു പേടി തോന്നുന്നത്. എല്ലാം എൻ്റെ കൈപ്പിടിയിലാണെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ ഇതൊന്നും ഇവിടെ കൊണ്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബാല പൊട്ടിക്കരയാണ് ഗോവിന്ദൻ്റെ മുന്നിൽ. ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ചാരുവും പൊട്ടിക്കരയുന്നുണ്ട്. ബാലമാമ കരയുന്നത് കാണുമ്പോൾ ചാരുവിനും വല്ലാത്ത വിഷമം വരികയാണ്. എന്നിട്ട് ബാലൻ പറയണേ, എനിക്കെന്തോ എൻ്റെ കൈപ്പിടിയിൽ ഇനി ഒന്നും നിൽക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു സങ്കടവും ഒരു വേദനയും ഒക്കെ വരുന്നു എന്ന് പറഞ്ഞ് ബാലൻ ഓരോന്നും പറഞ്ഞ് വാക്കുകൾ കൊണ്ട് വല്ലാതെ വിഷമിക്കുകയാണ്. അങ്ങനെ ബാലൻ കരയുന്നത് കാണുമ്പോൾ ഗോവിന്ദൻ പറയണേ, എന്തിനാണ് ബാല നീ ഇങ്ങനെ കടന്ന് ചിന്തിക്കുന്നത്? നീ ഇങ്ങനെ കരഞ്ഞു തുടങ്ങിയാൽ പിന്നെ ചാരുവിനും ആകാശിനും എന്ത് സമാധാനമാണ് ഉണ്ടാവുക? ഈ വീടിൻ്റെ ബലം തന്നെ നീയാണ്. അപ്പോൾ നീ തന്നെ ഇങ്ങനെ തളർന്നു പോയാൽ പിന്നെ എന്താവും ഈ വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞ് ഗോവിന്ദൻ ബാലനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ചാരുവിന് സഹിക്കാൻ കഴിയുന്നില്ല ബാലൻ്റെ ആ കരച്ചിൽ കാണുമ്പോൾ. അപ്പോൾ ചാരു പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. എന്നിട്ട് മാറിയിരുന്ന് ചാരുവും കരയുകയാണ് കേട്ടോ. എന്നിട്ട് മനസ്സിൽ ചാരു ചിന്തിക്കുകയാണ്, എന്തിനാണ് ശ്രേയ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? വീട്ടിലുള്ളവരെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് എന്താണ് കിട്ടുന്നത് ശ്രേയ? നീ എന്തിനാണ് എൻ്റെ ബാലമാമയെ ഇങ്ങനെ നെഞ്ചുരുകി കരയിപ്പിക്കുന്നത്? എൻ്റെ ബാലമാമ എൻ്റെ ജീവനാണ്. എൻ്റെ ബാലമാമ കരയുന്നത് കണ്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ശ്രേയ. എൻ്റെ അക്കുചേട്ടനെ നിനക്ക് വിട്ടുതരാൻ ഞാൻ തയ്യാറാണ്. അതിന് വേണ്ടിയിട്ടല്ലേ പിറന്നാൾ ദിവസം നിന്നോട് ഞാൻ ഈ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്? എന്നിട്ട് നീ തന്നെയല്ലേ വരാതിരുന്നതും? അന്നത്തെ ദിവസം പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് അതെല്ലാം മുടക്കിയതും എല്ലാം നീ തന്നെയല്ലേ എന്ന് പറഞ്ഞ് ചാരു പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ച് പറയുന്നത്. ഞാനും ശ്രേയും അക്കുചേട്ടനും തമ്മിലുള്ള ഈ പ്രശ്നം ഇത് വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വീട്ടിലുള്ളവരെ ആരെയാണ് ബാധിക്കുക എന്ന് പോലും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ മതിയാവൂ. അതിന് ഞാൻ തന്നെയാണ് ഇറങ്ങാൻ പോകുന്നത്. നാളെ രാവിലെ ആവട്ടെ. എന്നിട്ട് ഞാൻ ശ്രേയെ നിന്നെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. നിൻ്റെ
വീട്ടിൽ വന്ന് കണ്ട് ഇതിനൊരു തീരുമാനം ഞാൻ എടുത്തേ തീരൂ, ഇതിനു വേണ്ടി നാളെ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നൊക്കെ മനസ്സിൽ തീരുമാനിച്ച് പിന്നെ ഉറങ്ങാൻ കിടക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ചാരു ശ്രേയയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുകയാണ്. അപ്പോൾ ശ്രേയ കതക് തുറന്ന് പുറത്തേക്ക് വന്ന സമയത്ത് ചാരുവിനെ കണ്ടതോടുകൂടി നീ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ചാരു പറയണേ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ശ്രേയ, എനിക്ക് നിന്നോട് 5 മിനിറ്റ് ഒന്ന് സംസാരിക്കണം, അതിന് വേണ്ടിയിട്ട് എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല, നീ സംസാരിക്കുന്നത് കേൾക്കാനും എനിക്ക് താല്പര്യമില്ല, അങ്ങനെ പറയരുത് ശ്രേയ, എനിക്ക് ഒരു 5 മിനിറ്റ് സമയം തന്നാൽ മതി, ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കണം എന്ന് പറയുമ്പോൾ നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട എന്നല്ലേ പറഞ്ഞത്, നീ എന്നെ ശല്യപ്പെടുത്താതെ എൻ്റെ അടുത്ത് നിന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇനി എന്നേക്കുമായി ഞാൻ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശല്യമായി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ശ്രേയയെ വന്ന് കണ്ട് സംസാരിക്കാൻ വന്നത്. അപ്പോൾ ശ്രേയ പറയണേ, എന്താണാവോ നിനക്ക് പറയാനുള്ളത്, എന്താണെങ്കിലും ഒന്ന് പറഞ്ഞു തുലയ്ക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ ബാലമാമ എല്ലാവർക്കും ഒരു ദൈവത്തെ പോലെയാണ്, എല്ലാവരും എന്ത് ചോദിച്ചാലും അപ്പം തന്നെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോൾ അങ്ങനത്തെ എൻ്റെ ബാലമാമ വല്ലാതെ നെഞ്ചുരുകെ വേദനയോട് കൂടിയിട്ടാണുള്ളത്. സ്വന്തം മകനെ ഓർത്ത് വേദനിക്കുകയാണ്. സ്വന്തം മോനെ ഓർത്ത് ഒരു അച്ഛൻ ഒരിക്കലും കരയാൻ പാടില്ല. അച്ഛനെ ഓർത്ത് മകൻ കരയുന്നത് പോലെയല്ല മകനെ ഓർത്ത് അച്ഛൻ കരയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഒരു അച്ഛനും വന്നുകൂടാ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ അച്ഛന് ഈ ഭൂമിയിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണത്. അതാണ് ഇപ്പോൾ എൻ്റെ ബാലമാമ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം എന്നങ്ങ് പറഞ്ഞതോടുകൂടി ശ്രേയ പറയണേ, ഇതിനെല്ലാം കാരണം നീയാണ്, നീ ഒറ്റൊരുത്തി കാരണമാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. അതേ ശ്രേയ, നീ പറഞ്ഞത് ശരിയാണ്, ഇതിനെല്ലാം കാരണക്കാരി ഞാൻ തന്നെയാണ്. ഇപ്പോൾ അക്കുച്ചോട്ടൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും എൻ്റെ ബാലമാമ അനുഭവിക്കുന്ന പ്രയാസവും എല്ലാം കാരണക്കാരി ഞാനാണ്. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടാണ് ഇപ്പോൾ ശ്രേയ നിന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. അത് കേട്ടപ്പോൾ ശ്രേയ പറയണേ, നീ ഇതിനിപ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണെന്നോ, അത് ഞാൻ വിശ്വസിക്കണമെന്നാണോ? അതെ, നീ വിശ്വസിക്കണം. എന്താണ് നടന്നത് എന്നുള്ളതും ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നീ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അക്കുചേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്നുള്ളത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. ഏത് സാഹചര്യത്തിലാണ് അക്കുചേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നത് എന്നുള്ളതൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ. ഇതെല്ലാം അറിഞ്ഞിട്ടും എന്തിനാണ് ശ്രേയ നീ അക്കുചേട്ടനെ ഇങ്ങനെ വീണ്ടും ശിക്ഷിക്കുന്നത്? ഞാൻ ആരെയും ശിക്ഷിക്കുന്നൊന്നുമില്ല, ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. അത് കേട്ടപ്പോൾ ചാരു പറയാണ്, ആ ശരി, ഓക്കെ, നീ പറയുന്നത് ശരിയാണ് ശ്രേയ, നീ നിൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് ശ്രേയ, നീ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ അക്കുചേട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും നീ തന്നെയാണ്. അക്കുചേട്ടൻ എന്നോടൊപ്പം കഴിയുന്നുണ്ടെങ്കിലും അക്കുചേട്ടൻ്റെ മനസ്സ് മുഴുവനും നീയാണ് ശ്രേയ. എൻ്റെ ബാലമാമയുടെ നിർബന്ധം കൊണ്ടാണ് എൻ്റെ കഴുത്തിൽ അക്കുചേട്ടൻ താലി കെട്ടിയത്. പക്ഷേ അക്കുചേട്ടൻ്റെ മനസ്സുകൊണ്ട് ഒരിക്കലും എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ല. എല്ലാ തരത്തിലും അക്കുചേട്ടൻ്റെ ഭാര്യയായി ജീവിക്കാനുള്ള യോഗ്യത ശ്രേയ നിനക്കാണുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അക്കുചേട്ടനെ നിൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് ഞാൻ എൻ്റെ അക്കുചേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി പോവുകയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് അക്കുചേട്ടൻ്റെ പിറന്നാൾ ദിവസം ഞാൻ മേഡത്തിനോട് ശ്രേയയോട് അവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത്. പക്ഷേ ശ്രേയ അന്ന് അവിടേക്ക് വന്നില്ലല്ലോ. അതിനും പോരാത്തിന് ആകാശേട്ടനെയും അവിടേക്ക് പറഞ്ഞു വിട്ടില്ല. ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാനാണ് അന്ന് ഞാൻ ശ്രമിച്ചത്. ഇനി ഞാൻ എന്നേക്കുമായി ആകാശേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോവാൻ ഞാൻ തീരുമാനിച്ചു. നിങ്ങൾ ഇനി എന്നും സന്തോഷത്തോടു കൂടി ജീവിക്കണം. ആകാശേട്ടനെ നിനക്ക് ഞാൻ വിട്ടു തന്നു പോവുകയാണ് എന്ന് പറഞ്ഞ് ചാരു കരഞ്ഞുകൊണ്ട് പറയുകയാണ് കേട്ടോ. അത് കേട്ടപ്പോൾ ശ്രേയക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. നീ എന്താണിപ്പോൾ പറഞ്ഞത്? നിൻ്റെ പിച്ചയാണോ എൻ്റെ ആകാശ്? നിൻ്റെ ഔദാര്യം കൊണ്ട് ഒരിക്കലും എൻ്റെ ആകാശിനെ എനിക്ക് സ്വന്തമാക്കണ്ട. അല്ല ശ്രേയ, നീ എന്താ അങ്ങനെ പറയുന്നത്? നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട. നിൻ്റെ അഭിനയമൊന്നും എൻ്റെ മുന്നിൽ ചെലവാവില്ല. നീ അങ്ങനെ പാവത്തെ പോലെ സംസാരിച്ച് എൻ്റെ ആകാശിനെ നീ വിട്ടുതരുന്നത് പോലെ അഭിനയിക്കൊന്നും വേണ്ട. എൻ്റെ ആകാശിനെ എങ്ങനെ എനിക്ക് സ്വന്തമാക്കണം എന്നുള്ളത് എനിക്കറിയാം. അല്ലാതെ നിൻ്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. എൻ്റെ ആകാശ് എൻ്റെ ജീവനാണ്. അപ്പോൾ ചാരു പറയണേ, അല്ല ശ്രേയ, നീ വെറുതെ തെറ്റിദ്ധരിക്കരുത്. നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട. ഞാൻ അന്ന് അവനോട് പറഞ്ഞതാണ്, ആകാശിനോട് പറഞ്ഞതാണ്, ആ ചാരുവിൻ്റെ കഴുത്തിലുള്ള താലി വലിച്ചൂരാൻ വേണ്ടി പറഞ്ഞതാണ്. അത് പറഞ്ഞപ്പോൾ ആകാശിന് ഞാൻ ഇട്ടുകൊടുത്ത മോതിരമാണ് അവൻ എനിക്ക് ഊരി എൻ്റെ കയ്യിൽ വെച്ച് തന്നത്. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ആകാശിനെ എൻ്റെ കാൽ ചുവട്ടിൽ കൊണ്ടുവരുമെന്നുള്ളത്. ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അവന് ഞാൻ കൊടുക്കുന്ന ഓരോ തിരിച്ചടിയിലും ആകാശ് പൊട്ടിക്കരണം. എന്നിട്ട് അവസാനം ആകാശ് എൻ്റെ കാൽ ചുവട്ടിലേക്ക് ഓടി വരണം. എനിക്ക് ശ്രേയ നീ ഇല്ലാതെ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞ് എനിക്കും അവനും സന്തോഷത്തോടു കൂടി ജീവിക്കണം. അങ്ങനെ അവൻ പറയുന്നത് വരെ ഞാൻ ആകാശിനെ വെറുതെ വിടില്ല. അതുവരെ ആകാശിന് ഞാൻ കടുത്ത ശിക്ഷ തന്നെ കൊടുത്തുകൊണ്ടേയിരിക്കും
ജീവിക്കും എന്നൊക്കെ പറയുമ്പോൾ ആരും ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ ശ്രേയ പറയണേ, ഇനി മുതൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം തീരുമാനിക്കുന്നത് ഞാനാണ്. നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. നിന്റെയും ആകാശിൻ്റെയും ജീവിതത്തിൽ ഒരിക്കലും മനസമാധാനം ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് പോലെ സംഭവിക്കുന്നത് വരെ, എൻ്റെ അടുത്തേക്ക് എൻ്റെ ആകാശ് തിരിച്ചു വരുന്നത് വരെ നിങ്ങൾക്ക് ഒരു സമാധാനവും ഞാൻ തരില്ല എന്ന് പറയണേ. ഇനി മേലാൽ എന്നെ കാണാൻ നീ വരരുത്, മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞ് ചാരുവിനെ പറഞ്ഞു വിടാൻ കേട്ടോ. അപ്പോൾ എന്നിട്ട് ചാരു, ശ്രേയ നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് കരഞ്ഞുകൊണ്ട് ചാരു പറയുമ്പോഴും അതൊന്നും തന്നെ ശ്രേയ കേൾക്കുന്നില്ല. എന്നിട്ട് ശ്രേയ അകത്തേക്ക് കയറി വാതിലങ്ങ് അടക്കുകയാണ് കേട്ടോ. അപ്പോൾ ചാരു ഇങ്ങനെ കതകിൽ തട്ടി വിളിക്കുകയാണ്, ശ്രേയ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, നീ ഒന്ന് കതക് തുറക്കുക എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുമ്പോഴും ശ്രേയ അതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ടാണ് ചാരു വീണ്ടും അവിടെ നിന്നും വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. ആ സമയത്തൊക്കെ ചാരു കരഞ്ഞുകൊണ്ട് ശ്രേയ പറഞ്ഞ ഓരോ വാക്കുകളും അങ്ങനെ ഓർക്കുകയാണ്. ഈ സമയം ആകാശ് ഉണരുകയാണ്. അപ്പോൾ ചാരുവിനെ നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ചാരു അവിടെ കാണുന്നില്ല. അപ്പോൾ ആകാശ് സ്വയം മനസ്സിൽ പറയാണ്, ചാരു എണീറ്റിട്ടുണ്ടാവും, ഇപ്പോൾ കിച്ചണിൽ പോയിട്ട് പാചകമൊക്കെ ചെയ്യുന്നുണ്ടാവും, ഇനിയിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാതെ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഇപ്പോൾ വരും, അക്കുച്ചേട്ടാ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കാതെ ഓഫീസിലേക്ക് പോയാലാണെങ്കിൽ അവിടെയും വരും, എന്നിട്ട് അക്കുച്ചേട്ടൻ ഒന്നും കഴിക്കാതെയല്ലേ പോയത്, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് എന്നെ വല്ലാതെ ശല്യപ്പെടുത്തും, എങ്ങനെ ഇപ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെടും, എങ്ങനെ ചാരു കാണാതെ ഇവിടെ നിന്ന് പോവും, ഇനിയിപ്പോൾ ചാരു കാണാതെ ഇവിടെ നിന്ന് പോയാൽ തന്നെ ഇനി ഓഫീസിലേക്കും വരും, അതിൽ നിന്നും എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുക എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് സ്വയം പറഞ്ഞുകൊണ്ടാണ് ആകാശ് എണീക്കുന്നത്. എന്നിട്ട് ആകാശ് നേരെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. ഈ സമയം അപ്പോഴത്തേക്കും അമ്പലത്തിലേക്ക് ചാരു കരഞ്ഞുകൊണ്ട് എത്തുകയാണ്. എന്നിട്ട് അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.